എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. King of Cups, Knight of Cups, 3 of Cups. Next വന്നിട്ട് Ace of Cups, 9 of Swords, Wheel of Fortune and last Fool കാർഡാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളായിട്ട് നമ്മൾ പറയല്ലോ, ഇറ്റ്സ് ടു ഗുഡ് ടു ബി ട്രൂ എന്ന്. ഒത്തിരി സന്തോഷമൊക്കെ ചുറ്റിനും ഉണ്ടാകുമ്പോൾ ഇനി ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ സത്യമാണോ, മിഥ്യയാണോ, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും, അതായത് ഇതിൽ ഇങ്ങനെ വന്ന ഇപ്പോൾ ഒത്തിരി സന്തോഷം വരുമ്പോൾ ഈ സന്തോഷം എന്നും ഉണ്ടാവും, അത് മാഞ്ഞു പോവും. അതായത് നമ്മൾ പറയും ഒരു മാറ്റം, വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്, മാറ്റം ഉണ്ടാകുന്നുണ്ട് ലൈഫിൽ. എപ്പോഴും എന്നും ഒരുപോലെ ഇരിക്കില്ല. പോസിറ്റീവായി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് സേവ് ചെയ്ത് വെക്കുക. നമ്മൾ പറയുമല്ലോ മഴക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളത്. പിന്നെ എപ്പോഴെങ്കിലും ഒരു ശീതകാലം ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് എവിടെയോ ഒരു ഇതുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോഴേ അത് ആലോചിച്ച് സങ്കടപ്പെടേണ്ട എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആദ്യം ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ കാര്യങ്ങൾ പ്രത്യേകം ഊന്നൽ കൊടുക്കുക. കാരണം പല ഡിസ്ട്രാക്ഷൻസ് ഈ ഒരു മാസത്തിൽ ഉണ്ടാവാം. ഒന്ന്, ഈ ഒരു മാസം പ്രത്യേകത എന്ന് പറയുന്ന പ്രണയത്തിൻ്റെ മാസമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ വരാം. പ്രത്യേകിച്ച് നിങ്ങൾ വളരെ പ്രശസ്തരാണ്, ഇപ്പോൾ സ്കൂൾ കോളേജിലൊക്കെ പേരുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസൽസ് കൂടുതലായിട്ട് വരാം. ഒത്തിരി റോസസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യമായിരിക്കാം. എന്തായാലും പ്രപ്പോസൽസ് വരുന്ന സമയമാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ആസ്വദിക്കുക. പക്ഷേ പഠിത്തമാണ് ഏറ്റവും ഈ ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ വിദ്യാർത്ഥികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിങ്ങൾക്ക് പ്രപ്പോസൽസ് വരാനുള്ള ചാൻസസ് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസം. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളെ ആരോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഡയറക്റ്റായിട്ട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രണയം തുറന്നു പറയുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം, എല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല, ആ ഒരു വ്യക്തി ആയിരിക്കാം ഒരു പക്ഷെ തിരിച്ചും നിങ്ങളോട് ആ ഒരു പ്രണയം കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളത്. കാരണം ഒത്തിരി സന്തോഷം നിറഞ്ഞ സാഹചര്യം, വിചാരിച്ചതുപോലെ നമ്മൾ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ രണ്ടുപേരും ചിന്തിച്ച ഒരേ കാര്യമാണ് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രണയവും ആവാം എന്നുള്ളതും. പിന്നെ 3 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പം ഈ മാസം ഗുഡ് ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിന് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അപ്പോൾ ഏത് സിറ്റുവേഷൻസും ആവാം. ഇപ്പോൾ പുതിയ ജോലി കിട്ടുന്നതാവാം, റിലേഷൻഷിപ്പ് ആവാം. ചില ആളുകൾ പ്രണയത്തിലായിട്ടുള്ളവരാണ്. നിങ്ങളുടെ വിവാഹം കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും മറ്റും ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങളുടെ വിവാഹം സാധ്യമാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് പിന്നെ ഒത്തിരി ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒത്തിരി, അതായത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒത്തിരി ആളുകളുടെയൊക്കെ ആരുടെയെങ്കിലും പിറന്നാളോ വിവാഹമോ മറ്റെന്തെങ്കിലും തരത്തിൽ ഒത്തിരി വിവാഹങ്ങളോ ഒത്തിരി ആഘോഷങ്ങൾ പാർട്ടീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പേഴ്സണൽ ലൈഫിലും ആവാം, പ്രൊഫഷണൽ ലൈഫിലും ആകാം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഈറ്റിംഗ്, സ്പീക്കിംഗ്, ഒത്തിരി ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഒരു ഭക്ഷണം കഴിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടിച്ചേരലുകളുടെയൊക്കെ ഒരു സമയമാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫിസിക്കൽ ബോഡി ശരീരം ഒത്തിരി കാത്ത് സൂക്ഷിക്കുന്ന ഒരു, അതായത് ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നതായിരിക്കാം. അപ്പോൾ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ നേടിത്തരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ജിമ്മിൽ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നു, എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് കാര്യങ്ങളിൽ സുഹൃത്തുക്കളുടെ ഒരു സമ്മർദ്ദം എന്നുള്ള രീതിയിൽ ആയിരിക്കാം അവരോടൊപ്പം പോകുന്നതിൻ്റെ ഒരു സന്തോഷം. ഏത് രീതിയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിട്ടാണ് കാണിക്കുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും ജീവിതത്തിൽ കൊണ്ടുതരുന്ന ഒരു മാസം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്.
നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു പുതിയ തുടക്കമാണ്, സാമ്പത്തിക കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പലപ്പോഴും നമ്മൾ അവസരങ്ങൾ വരുന്ന സമയം എന്ന് പറയുന്നതും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച നേട്ടം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവസരം മുന്നിൽ വരുമ്പോൾ ആ അവസരം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സമയത്ത് റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് നമ്മൾ പറയില്ലോ, ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾ, അതായത് ഭാഗ്യം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ ഒരു അവസരം സാമ്പത്തികമായിട്ടും ജീവിത വിജയം നേടുന്നതിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പക്വത അതായത് പൊതുവെ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കുന്നുണ്ട്. വെറുതെ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് ചിലവാക്കുന്നില്ല. അല്ലെങ്കിൽ ഗാംബ്ലിങ്, ഇപ്പോൾ ഓൺലൈൻ ഗെയിംസോ പലതരത്തിലുള്ള കളികൾ, പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന രീതിയായാലും എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ ഗെയിംസിലൊക്കെ പോയി പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കുന്നു. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികമായിട്ടുള്ള ഒരു പക്വത ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ദഹനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വയറിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡയറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. അതിനുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. 9 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പൊതുവിൽ നിങ്ങൾ പല കാര്യങ്ങളും മെച്യൂറായിട്ട് കൈകാര്യം ചെയ്യുന്നു, വേണ്ട പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് ഒത്തിരി സന്തോഷമുള്ള, അടുത്തിടെയായിട്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുക. എന്തെടുത്താലും പ്രശ്നങ്ങളാണ്, തൊടുന്നതെല്ലാം പ്രശ്നമാണ് എന്നുള്ള രീതിയിലുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയമാണ്, ഇനി ഇത് നിൽക്കുമോ, ഇതിൻ്റെ തോന്നലാണോ. ശരിക്കും ചുണ്ടോടടുപ്പിച്ചിട്ട് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരാണെങ്കിൽ പലതും വിശ്വസിക്കാൻ പ്രയാസമാണ്, കാരണം ഇത് നടക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിഘ്നേശ്വരൻ വിഘ്നങ്ങൾ മാറാൻ ഗണപതി ഭഗവാനെ ഭജിക്കുക. അതേപോലെ ഹനുമാൻ സ്വാമി കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതിനും ഭജിക്കുന്നത് നല്ലതാണ്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഭാഗ്യം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല, ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തേടി പോകേണ്ട, അത് ഇങ്ങോട്ടേക്ക് നിങ്ങളെ തേടി വരും. അവസരം നിങ്ങളെ തേടി വരും. പക്ഷേ ആ അവസരം നിങ്ങൾ ഉപയോഗിക്കുന്നതും, അത് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയും ചെയ്താൽ മാത്രമാണ് പിന്നെ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തിയെന്ന് വിചാരിച്ചിട്ട് മൊത്തം വെറുതെ ഇരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല. അതിനനുസരിച്ചിട്ട് പണിയെടുക്കുകയാണെങ്കിൽ, അതായത് അവസരം നിങ്ങളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ചില ഐഡിയാസിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന തരത്തിലേക്ക് ഫുൾ എനർജിയാണ്. അപ്പോൾ ഇതുവരെ ഞാനൊരു ജോലി ചെയ്തിട്ടില്ല, എനിക്ക് ബിസിനസ് എന്താണെന്ന് അറിയില്ല, എനിക്കിതിനൊന്നും കഴിവില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത മനസ്സിനെ അലട്ടുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം തോന്നുന്നു, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും ഒക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വയം വിശ്വസിക്കുകയും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. ജീവിതത്തിൽ പുറകിൽ നിൽക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്തുകയും ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കുകയും
അത് സാമ്പത്തികമായിട്ടുള്ള ഒരു രീതിയെക്കാളും ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അവരെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചെറിയ സംരംഭം തുടങ്ങുകയും അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ പുതിയ ആളുകളെ എടുക്കുന്ന, പുതിയൊരാൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സഹായം എന്നുള്ള രീതിയിലും അവർ ജോലി ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് ആ അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതൊരു നല്ലൊരു കർമ്മം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.